ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നു. ഒരു നല്ലൊരു ദിവസമാണ് ഇന്ന്. തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. പലർക്കും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇതെല്ലാവരിലേക്കും എത്തട്ടെ. നമുക്ക് നമ്മുടെ സ്വന്തം യങ് പ്രൊഫഷണൽ സ്കീം ഓപ്പൺ ആയിരിക്കുന്നു. ഇന്ത്യ UK കരാറിന്റെ ഭാഗമായിട്ട് 2 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന യങ് പ്രൊഫഷണൽ സ്കീം മൂന്നാമത്തെ വർഷത്തേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് നമുക്കൊരു 3000 വിസകളാണ് നമുക്ക് എല്ലാ പ്രാവശ്യവും കിട്ടുക. ഓക്കെ, സോ അത് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് എല്ലാ പ്രാവശ്യവും ഒരു 10-400 അടുത്ത് ആളുകൾക്ക് കിട്ടാറുള്ളതും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. വളരെ സക്സസ് റേറ്റ് കൂടുതലാണ് നമുക്ക്. അത് മാത്രമല്ല എൻഡ് ടു എൻഡ് സപ്പോർട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ ഗായ്സ്, ഇനി എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങൾ റെഡി ആയിക്കോ. ഒരു ഏജൻസി ഇല്ലാതെ, ഒരു സ്പോൺസർഷിപ്പ് ഇല്ലാതെ വിശ്വസിച്ച് വരാൻ പറ്റുന്ന ഒരേ ഒരു വിസ സ്കീം ഇത് മാത്രമേ ഉള്ളൂ UK. സോ ഗായ്സ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങളുടെ സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനത്തുള്ള ഇൻഫർമേഷൻസ് യഥാസമയത്തിൽ നിങ്ങൾക്ക് തരാനും. അത് മാത്രമല്ല, ഏതെങ്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ ഒരു വീഡിയോ ചെയ്തിട്ട് ആ പോകുന്ന പണിയെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടാണ് എല്ലാ വർഷവും 400-500 പേരും UK എത്താനായിട്ട് ഞങ്ങൾ സഹായിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യാം. അത് മാത്രമല്ല, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ പ്രായപരിധിയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കണം. 1. 2, അവർക്ക് ഒരു മിനിമം 3 ഇയർ ഡിപ്ലോമയോ ഇല്ലെങ്കിൽ ഒരു ഡിഗ്രിയോ ഉണ്ടായിരിക്കണം. ഇത്രയേ ഉള്ളൂ അതിൻ്റെ ക്രൈറ്റീരിയ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതേ പറഞ്ഞുതരാം. സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, യങ് പ്രൊഫഷണൽ സ്കീം അങ്ങനെ ഓപ്പൺ ആയിരിക്കുവാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര റൂമറുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം പലരും, കുറേ ഇൻഫ്ലുവൻസേഴ്സ്, ഒരു ചുക്കും ചുണ്ണാൻ പറയാത്ത കുറേ എണ്ണം അതിനെ യൂത്ത് മൊബിലിറ്റി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിട്ടിട്ട് കുറേ ആൾക്കാർ യൂത്ത് മൊബിലിറ്റിയുടെ വെബ്സൈറ്റ്, ഹോങ്കോങ്ങിനും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വിസയുടെ അതിൻ്റെ അകത്ത് പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ട്, ചേട്ടാ ഇതിൽ ഇന്ത്യയില്ല, ഇന്ത്യ എവിടെ പോയി, ഇന്ത്യനെ എടുത്ത് മാറ്റൂ എന്ന് ചോദിച്ചു വരുന്ന ആളുകളെ കണ്ടു കേട്ടോ. അതിനൊക്കെ ഉത്തരവാദികൾ അവർ തന്നെയാണ്. അതിന് ആരുടെങ്കിലും പൈസ പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഉത്തരവാദികൾ അവർ തന്നെയാണ്. അവരെ പിടിക്കാം. എത്ര മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. സോ ഗൈസ്, നമുക്ക് യങ് പ്രൊഫഷണൽ സ്കീമാണ്. 3000 വിസയാണ് ഒരു വർഷം തരുന്നത്. അതിനകത്ത് ആദ്യത്തെ ബാലറ്റിൽ 2400 വിസകളാണ് നമുക്ക് കിട്ടുക. ഓക്കെ, പിന്നെ ഒരു 600 വിസ അടുത്ത ബാലറ്റ് ജൂലൈ ഒക്കെ ആകുമ്പോൾ നമുക്ക് കിട്ടും. എല്ലാ വർഷവും ഇപ്പോൾ 3ാമത്തെ വർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് അത്രയ്ക്ക് തലവേദനയോ ഒരു കാര്യങ്ങളോ നിങ്ങൾക്ക് എടുക്കേണ്ടതായിട്ടില്ല. ഇതെല്ലാം നമ്മൾ കൂടെ നിന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അതിനൊരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിനകത്ത് ഏജൻസി പരസ്യങ്ങൾക്കോ ഇല്ലെങ്കിൽ മറ്റേ സ്റ്റുഡൻറ്റ് വിസ പരിപാടിക്കോ അതിനൊന്നുമല്ല, ഇല്ലെങ്കിൽ വർക്ക് വിസ കച്ചവടത്തിനല്ല, അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ അപ്പം എടുത്ത് മാറ്റും. ഒരു ചോദിക്കലോ പറച്ചലോ ഒന്നും ഉണ്ടാവില്ല, എടുത്ത് മാറ്റിക്കളയും. ഓക്കെ, സോ അത് അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിൽ വരണ്ട എന്ന് മുന്നേ പറയട്ടെ. പിന്നെ ഒരു മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ഏജൻസിയുടെ ആവശ്യമില്ല, ഒന്നാമത്തെ കേസ്. പിന്നെ ഒരു സ്പോൺസർഷിപ്പിൻ്റെ ആവശ്യവും ഇല്ല ഇതിനകത്ത്. ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാവുന്ന കേസുകളേ ഉള്ളൂ. ഇത് ഓപ്പൺ ആവുന്ന സമയത്തും നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് എത്തിക്കും. പിന്നെ കഴിഞ്ഞ വർഷം കുറേ മിസ്റ്റേക്കുകൾ നമ്മുടെ യങ് പ്രൊഫഷണൽ സ്കീം ചെയ്യുന്നതിനൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും മിസ്റ്റേക്കുകളുണ്ടാവും. ഓക്കെ, ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കയ്യിൽ ഫണ്ട് ഒക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ബാലറ്റ് ഇടുന്നതിന് മുമ്പ് എന്തായാലും ഒരു ഭാഗ്യപരീക്ഷണത്തിൽ ഇറങ്ങുവാണ്. ഫണ്ടുള്ളവർ അതൊക്കെ ലോൺ എടുത്തിട്ടോ കടം എടുത്തിട്ടോ പലിശക്ക് എടുത്തിട്ടോ ഒന്നും ഇടാൻ നിൽക്കരുത്. ഓക്കെ, അതിനാവശ്യമായ സമയം നിങ്ങൾക്ക് കിട്ടും. എന്നാലും ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ബാലറ്റ് കിട്ടി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് ഫയൽ ചെയ്തിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, മെയിൻ ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, PCC. പലരും PCC എടുക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് PCC എടുക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലല്ല പോയി PCC എടുക്കേണ്ടത്. ഇത് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൻ്റെ വെബ്സൈറ്റിലൂടെയൊക്കെ പോയിട്ട് PCC എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കാരണം PCC അവരുടെ PCC, ജനറൽ പോലീസ് സ്റ്റേഷനിലല്ല PCC എടുക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. മറ്റൊന്ന്, മെഡിക്കൽ ഒരുപാട് ആളുകൾ UK മറ്റേ വിദേശ രാജ്യങ്ങളിലൊക്കെ നിന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവിടെയുള്ള മെഡിക്കൽ എടുക്കാൻ പറ്റുവാണെങ്കിൽ അവിടെ നിന്ന് അപ്ലൈ. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഇന്ത്യയിൽ തന്നെ നിന്നിട്ട് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരിക്കലുമല്ല, നമുക്ക് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അപ്ലൈ ചെയ്യാം. എവിടെ നിന്ന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടത് മെഡിക്കൽ, അതുപോലെ തന്നെ PCC, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണ്ട. അതൊക്കെ നിങ്ങളുടെ അവിടുത്തെ എങ്ങനെയാണോ അതിൻ്റെ സെറ്റപ്പ് അതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുക. അവിടെ നിന്ന് അപ്ലൈ ചെയ്തിട്ട് വരാൻ പറ്റും. ഓക്കെ, മെയിനായിട്ട് നമ്മൾ എന്താ പറയുക, മെഡിക്കലിൻ്റെ കേസിൽ മറ്റ് വിദേശ രാജ്യങ്ങൾക്ക് ഭയങ്കര എക്സ്പെൻസ് ആണെന്ന് കേട്ടു. നാട്ടിൽ എക്സ്പെൻസ് കുറവാണെന്നും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാട്ടിലേക്ക് വന്ന് ബാലറ്റ് സെലക്ട് ആയ ശേഷം മതി കേട്ടോ. ബാലറ്റ് സെലക്ട് ആകുന്നതിന് മുമ്പല്ല.
ഫണ്ട് ബാലറ്റ് സെലക്ട് ആകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ളവരും ഇടുക. അതല്ലെങ്കിൽ എല്ലാവരും ബാലറ്റ് സെലക്ട് ആയിട്ട് ശേഷം നിങ്ങൾക്ക് സമയം കിട്ടും, സമയത്തിനനുസരിച്ച് ചെയ്യാൻ സാധിച്ചാൽ മതി പ്രോപ്പറായിട്ട്. ഓക്കെ, മെയിൻ ഒരു കാര്യമേ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടല്ല BRP ഉണ്ടായിരുന്നു, ഇപ്പോൾ BRP കാർഡ് ഇല്ല. അതുകൊണ്ട് തന്നെ BRP കളക്ട് ചെയ്യേണ്ട ലൊക്കേഷൻ കൊടുക്കണം, അങ്ങനെയുള്ള പരിപാടികളൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഒരു വലിയൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, UK-യിലുള്ളവർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഒരു കാര്യം പറയട്ടെ, UK-യിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ PSW-ലാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് എന്തുകൊണ്ട് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് അത് വിജയിച്ചു എന്നുള്ളതുകൊണ്ടാണ്. കാരണം നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് അങ്ങനെ ആളുകൾ കിട്ടി വന്നിരിക്കുന്നത് എനിക്ക് അറിയാനായിട്ട് സാധിച്ചു. സോ PSW കഴിയാറായവർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇനി UK-ക്ക് വരണം നിൽക്കണം എന്ന് താല്പര്യമുള്ളവർ മാത്രം, അല്ലെങ്കിൽ തിരിച്ചു പോകണം, വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകണം, ഓക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യണ്ട. ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോളൂ, നോ പ്രോബ്ലം. UK-യിലുള്ളവർക്കും നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. ആസ് യൂഷ്വൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ബാധകമാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുക്കണം. ഓക്കെ, ഇനി മെയിനൊരു കാര്യം, 3 വർഷം ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. 3 വർഷം ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിപ്ലോമ ഉള്ളവരടക്കം കയറി വന്നിരിക്കുന്നത് നമുക്കറിയാൻ സാധിച്ചു. സോ നിങ്ങളൊരു മെക്കാനിക്കൽ, ഒരു ITI അല്ലെങ്കിൽ ഒരു 3 years ഡിപ്ലോമ കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, പോളിടെക്നിക് ഡിപ്ലോമകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, യെസ് നിങ്ങൾ എലിജിബിൾ ആണ് അപ്ലൈ ചെയ്യാനായിട്ട്. ഹാപ്പി അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതായത് സംഭവം എന്ന് വെച്ചാൽ, അപ്പോൾ ഹാപ്പി ആകുമ്പോൾ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിളും ഷെയർ ചെയ്ത് തരണം. ഓക്കെ, സോ ഗൈസ്, ഡിപ്ലോമക്കാർക്ക് അപ്ലൈ ചെയ്തിടാം, ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്തിടാൻ പറ്റും കേട്ടോ. പിന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വെക്കണം. കാരണം നമ്മൾ IELTS നമുക്ക് നോർമലി നമുക്കിതിന് ഡിഗ്രി ഉള്ളവർക്ക് IELTSൻ്റെ ആവശ്യമില്ല. സോ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ പ്രോപ്പറായിട്ട് നിങ്ങൾ മേടിക്കുക, കളക്ട് ചെയ്യുക, അതൊക്കെ വേണം. അതിപ്പോൾ എപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലറ്റ് ഇട്ട് ശേഷം. അത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള മറ്റൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്നും ബേജാറാവണ്ട, അതൊക്കെ ഞങ്ങൾ കൂടെ ഉണ്ട്, നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, മെയിനായിട്ട് നിങ്ങളിപ്പോൾ ബാലറ്റ് ഇടാനായിട്ട് നിങ്ങളുടെ പേര്, ഒരു പാസ്പോർട്ടിൻ്റെ PDF, അത് മാത്രമല്ല ഉള്ള ഡേറ്റ് ഓഫ് ബർത്ത്, കാര്യങ്ങൾ, ഫോൺ നമ്പർ, ഇമെയിൽ ID, ഇതൊക്കെ തന്നെ അതൊക്കെ ആ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് തന്നെ മതി. പിന്നെ ഇത് ഓപ്പൺ ആവുന്ന സമയത്ത് നമ്മുടെ ലൈവ് ഉണ്ടാവും, പ്ലസ് നിങ്ങൾക്കുള്ള അസിസ്റ്റൻസും മറ്റ് സപ്പോർട്ടുകളും നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ 2025 യങ് പ്രൊഫഷണൽ സ്കീം ഓപ്പൺ ആയിരിക്കുന്നത് ഇപ്രാവശ്യം ഒരുപാട് ചെറുപ്പക്കാരെ UK-യിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർ ഇനി UK-യിലുള്ളവർ, യങ് പ്രൊഫഷണൽ സ്കീമിൽ എത്തിയവരും ചോദിക്കാം, അതേപോലെ തന്നെ UK-യിലുള്ളവരും ചോദിക്കാം, സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവിടേക്ക് വന്നിട്ട് എന്ത് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇല്ലെങ്കിൽ നാട്ടിലുള്ളവരും ചോദിക്കാം, ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ എന്ത് കാണിക്കാൻ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. അങ്ങനെ ചോദിക്കുന്നവർ ഒന്നും കാണിക്കണ്ട, നിങ്ങൾ അപ്ലൈ ചെയ്യണ്ട, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 2 വർഷം ഒരു ഏജൻസിക്ക് പൈസ കൊടുക്കാതെ കുറച്ച് മാത്രം ചിലവിൽ ഒരു UK പോലുള്ള രാജ്യത്ത് വന്നിട്ട് നിങ്ങൾക്ക് 2 years ഫുൾ ടൈം വർക്ക് ചെയ്താൽ പോലും നല്ല ശമ്പളം അല്ലെങ്കിൽ നല്ല കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ മാത്രം നോക്കിയാൽ മതി. അതിനുശേഷം ഏതിന് എങ്ങനെ എന്നൊക്കെ ചിന്തിക്കുന്നവർ വരണ്ട. നല്ല രീതിയിൽ ചിന്തിക്കുന്നവർ അപ്ലൈ ചെയ്യട്ടെ. അവർക്ക് വഴി ഒരുക്കി കൊടുക്കാനും നിങ്ങൾ മാറിക്കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, എല്ലാ വർഷം വീഡിയോ ചെയ്യുമ്പോഴും ഈ ഒരു ചോദ്യം വരാം, ഇവിടെ വന്നിട്ട് ഇനി എന്ത് കാട്ടാനാ എന്ന് ചോദിക്കുന്നവരുണ്ട്. നിങ്ങളൊന്നും കാട്ടണ്ട, നിങ്ങൾ കാട്ടിയതൊക്കെ മതി. ഇനി കാട്ടാൻ വല്ല ചില ഗ്യാപ്പ് കൊടുക്കാൻ പറ്റുന്നവർ അവർ കയറി പോന്നോട്ടെ, അവർ വന്ന് കാട്ടിക്കോട്ടെ, അവർക്ക് പറ്റുന്ന പോലെ പണിയെടുക്കട്ടെ, അവർ പറ്റുന്ന പോലെ ബിസിനസ് ചെയ്യട്ടെ, ഇനി പഠിക്കാൻ പറ്റുന്നവർ പഠിക്കട്ടെ, അതിന് തന്നെയാണല്ലോ വിസ കൊടുക്കുന്നത് അല്ലേ, അത് ചെയ്യട്ടെ അല്ലേ. അപ്പോൾ എല്ലാ വർഷവും ഈ വീഡിയോ ഇറങ്ങുമ്പോൾ ഇത് എത്ര പേർക്ക് കിട്ടോടെ എന്ന് ചോദിക്കും. അത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ റിസൾട്ട് ബാലറ്റ് വന്നു കഴിഞ്ഞാൽ വീണ്ടും അവരെടുത്ത് ട്രോളും. ഞാൻ വീണ്ടും എടുത്ത് അവരെടുത്ത് ട്രോളാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ എല്ലാവരും കമൻറ്റ് ചെയ്യും, ഇത്രയും കോടി ജനങ്ങളുടെ ഇടയിൽ ആർക്ക് കിട്ടോടി. അത് നമ്മൾ 2 വർഷത്തെ യങ് പ്രൊഫഷണൽ സ്കീമിൻ്റെ റിസൾട്ട്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെ ഒരു 10-400 പേർക്ക് കിട്ടും. ഇപ്രാവശ്യം മിഷൻ 1000 നമ്മൾ 1000 പേർക്ക് കിട്ടണമെന്നാണ് നമ്മുടെ മിഷൻ. സോ അത്ര ആളുകൾക്ക് ഇത് ഷെയർ ചെയ്യപ്പെടണം. എനിക്ക് അറിഞ്ഞൂടെ അത് ഷെയർ ചെയ്യപ്പെടുമെന്നുള്ളത്. അത്ര ആളുകൾക്ക് ഷെയർ ചെയ്യപ്പെടണം, അത്ര ആളുകൾ അറിയണം, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. 1000 പേര് നമുക്ക് കയറ്റാൻ സാധിക്കണം ഇതിനകത്തൂടെ. സോ ഗായ്സ്, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. മതി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ കയറി വന്നാൽ മതി എന്നേ. അവർ പണിയെടുക്കട്ടെ, പണിയെടുത്ത് കഴിഞ്ഞ് പൈസ ഉണ്ടാക്കി തിരിച്ചു പോട്ടെ, അല്ലേ. സോ ഗായ്സ്, ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ വരുന്ന ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യും. സോ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.